യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഓരോ കുടുംബങ്ങളിലും സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതെ, നാം അറിയുന്ന ഒരു സത്യമാണ് അത്. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള ഈ സിറ്റുവേഷൻ വളരെ നന്മയാണ്, അനുഗ്രഹമാണ് എന്ന് പറയുന്നതിൽ എല്ലാവർക്കും ഒരു ആശ്ചര്യം തോന്നിയെന്ന് വരാം. എങ്കിലും ചില വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ട് കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആശിക്കുകയാണ്. കുടുംബത്തിൽ രാത്രി ഒരു നേരത്ത് കണ്ടുകൊണ്ടിരുന്ന വെളുപ്പിനെ കൊച്ചു വെളുപ്പാങ്കാലത്ത് പോയിക്കൊണ്ടിരുന്ന തൻ്റെ ഭർത്താവിനെ ഇന്നടുത്ത് കിട്ടിയ സന്തോഷത്തിലാണ് എല്ലാ ഭാര്യമാരും എന്ന് എനിക്കറിയാം. ഒരു നേരം ഒരുമിച്ചിരുന്ന് കഴിക്കുവാൻ, അല്പനിമിഷം മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ, തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പരിഭവങ്ങളും പരാതികളും ആവശ്യങ്ങളും ഒക്കെ അറിയിക്കുവാൻ, മനസ്സ് തുറക്കുവാൻ, ലഭിക്കാതിരുന്ന നാളുകളെ എണ്ണി 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 ഓരോ ദിവസവും അകത്ത് കരഞ്ഞും പുറമെ ചിരിച്ചും കാണിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ പണിക്ക് പോയല്ലേ പറ്റൂ എന്ന് കരുതി രാവിലെ കട്ടൻ കാപ്പി ഇട്ടുകൊടുത്ത് ഭർത്താവിനെ പണിക്ക് വിടുകയും വൈകുന്നേരം വരുമ്പോൾ ചോറ് വിളമ്പിക്കൊടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന ഭർത്താവ് ഫ്രഷായി കിടക്കാൻ പോകുമ്പോൾ ഒന്നും മിണ്ടാൻ സാധിക്കാതെയും പ്രയാസമനുഭവിച്ച ഭാര്യമാരെ, നിങ്ങളിന്ന് വളരെ ആനന്ദത്തിലും ആഹ്ലാദത്തിലുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം, നിങ്ങൾക്ക് ഒപ്പം ഇരിക്കാം, നിങ്ങൾക്ക് ആനന്ദിക്കാം, ആഹ്ലാദിക്കാം. നിങ്ങളുടെ പരാതികളും പരിഭവങ്ങളും കേൾക്കുവാൻ അദ്ദേഹം ഇന്ന് മനസ്സ് വെക്കുന്നു. കുടുംബത്തിന്റെ പ്രാരാബ്ധം ഹേതുവായി കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓടിച്ചു വിടേണ്ടതിന്റെ ടെൻഷനിൽ ആയിരുന്ന ആ ഭർത്താവ് ഇന്ന് ഒരു ഫ്രീ ആയി നിങ്ങളുടെ അടുക്കൽ ദൈവം കൊണ്ടുവന്ന് തന്നെങ്കിൽ തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ്. ഭർത്താക്കന്മാരെ, ഭവനത്തിൽ ഇരുന്ന് പരിചയമില്ലാത്ത നിങ്ങൾക്ക് വീട്ടിലിരിപ്പ് ഒരു മടുപ്പായി തോന്നുന്നുവെങ്കിൽ ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാമോ? നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ മനോഹരമായ ആ ഭവനത്തിലാണ്. എന്നാൽ ഭവനമില്ലാത്ത ഒട്ടനവധി പേർ ഇപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ടല്ലോ. അവരെ ഒന്ന് കാണാൻ ശ്രമിക്കൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു തണുപ്പ് കിട്ടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശു നിങ്ങൾക്ക് മനോഹരമായൊരു ഭവനം തന്നു. നിങ്ങൾ വിശ്രമിക്കുന്നത് ആ ഭവനത്തിലാണ്. നിങ്ങൾ പാർക്കുന്നത് ആ കൂടാരത്തിലാണ്. നിങ്ങൾ ആയിരിക്കുന്നത് സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലാണ്. എന്നാൽ സുരക്ഷിതത്വം ഇല്ലാത്ത, സംരക്ഷണം ഇല്ലാത്ത, ഒരു വേണ്ടുന്ന കെയറും ലഭിക്കുന്നില്ലാത്ത ഒത്തിരി ജനങ്ങൾ, ഒട്ടനവധി മനുഷ്യർ ചുറ്റുപാടുകളിൽ നമുക്ക് ഇടയിലുണ്ടല്ലോ. അവരെ ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. ദൈവം എത്രത്തോളം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം എത്രത്തോളം നിങ്ങളെ മാനിച്ചിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് എന്തൊക്കെ നൽകിയിരിക്കുന്നു. ഇനിയെങ്കിലും മുൻപോട്ട് ഓടി എല്ലാം ശേഖരിക്കുന്നതിനിടയിൽ ഇപ്പോൾ ദൈവം നൽകിയിരിക്കുന്നതിന് ഓർത്ത് ദൈവത്തോടൊന്ന് നന്ദി പറയുവാൻ അല്പനിമിഷം ഒന്ന് വേർതിരിച്ച് ദൈവസ്ഥനത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കുടുംബവും നിങ്ങൾക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കാളിയാകും. 128-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യഹോവ ഭക്തിയോടെ ഇരിക്കുന്ന പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. അവന്റെ ഭാര്യ ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയായി, അവന്റെ മക്കൾ ഒലിവുതൈകൾ പോലെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അങ്ങനെ ആഹ്ലാദവും ആനന്ദവും സമാധാനവും സംതൃപ്തിയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഐശ്വര്യമായി ഉണ്ടാകുമെന്ന് തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നു. പറയൂ, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതെ, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നാളെ ഓർത്ത് വിചാരപ്പെടേണ്ട. ഇന്നിന്റെ ദൈവം നാളെയുടെ ദൈവമാണ്. എൻ്റെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് എന്ന് തിരുവെഴുത്തുകൾ വെളിപ്പാട് പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്തെന്നാൽ, ഇന്നലകളിൽ നിങ്ങളെ കാത്ത് പരിപാലിച്ച ദൈവം ഇന്നും പരിപാലിക്കുന്നുണ്ടെങ്കിൽ നാളെയും പരിപാലിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് അടയ്ക്കാനുള്ളതും കൊടുക്കൽ വാങ്ങലുകളിൽ വരേണ്ടതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോൾ മറന്നു കളഞ്ഞേക്കുക. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ കുടുംബത്തോടൊപ്പം ആനന്ദത്തോടും ആഹ്ലാദത്തോടും സമാധാനത്തോടും കൂടെ
ആഘോഷിക്കുക, പ്രാർത്ഥനയിൽ സമയം ചെലവിടുക. അങ്ങനെ കർത്താവ് നിങ്ങളെ മാനിച്ച് വഴി നടത്തട്ടെ. എനിക്കറിയാം ഭർത്താക്കന്മാരെ, നിങ്ങൾ കുടുംബത്തിന് വേണ്ടി വളരെ അധ്വാനിക്കുന്നവരാണ്, ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നവരാണ്. 3, 4, 5 അത്രയും അംഗങ്ങളടങ്ങുന്ന നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കുന്നുവെങ്കിൽ ഈ രാജ്യത്തിലെ ഓരോ പ്രജകളും അവരുടെ കുടുംബങ്ങളും സുരക്ഷിതത്വം ആയിരിക്കേണ്ടതിന് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളും പോലീസ് അധികാരികളും എത്ര അധികമായി ടെൻഷൻ അടിക്കുന്നുണ്ട്, ഉറക്കളിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. നിങ്ങൾ അത് ഒരു നിമിഷം ഓർത്ത് അവർക്ക് വേണ്ടി കുടുംബമായി ഇരുന്ന് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല. അവർക്ക് നേരത്തെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അവർ ആഘോഷത്തിലാണ്, അടിച്ചു പൊളിക്കുകയാണ്. അവർ എപ്പോഴും കളിയും തമാശയും, എന്താ പറയുക, നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിയും കറിയും ഉണ്ടാക്കി കളിച്ചോണ്ട് നടക്കുന്ന ഒരു സന്ദർഭങ്ങളാണ്. അവർക്കറിയത്തില്ല എന്താണ് ഈ ലോകത്തിൽ നടക്കുന്നത് എന്നുള്ളത്. അനേകായിരങ്ങൾ മരിച്ചു വീഴുന്നു. അനവധി ആപത്തുകളും അനർത്ഥങ്ങളും മാരാവ്യാധികളും മഹാമാരികളും നിമിത്തം സമാധാനം നശിച്ചും ഉറക്കം നശിച്ചും അധ്വാനിച്ചും സമയത്തിന് ആഹാരം കഴിക്കാതെയും ഓടുന്ന ഈ ജനത്തിന്റെ നടുവിൽ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കുന്ന നിങ്ങളുടെ മക്കൾ, അവരൊന്നും അറിയുന്നില്ല. എങ്കിലും നിങ്ങൾ ഗൗരവത്തോടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് വളർന്നു വരുന്ന മാതൃകാപരമായ ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങൾ നാളത്തെ ഭാവിയുടെ അനുഗ്രഹമായി, അഭിമാനമായി, മാതൃകയായി മാറുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയെ അവൻ ബാല്യത്തിലായിരിക്കുമ്പോൾ തന്നെ അഭ്യസിപ്പിക്കുക, എന്നാൽ അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുവല്ലോ. ആകയാൽ നിങ്ങൾ കുടുംബമായി ദൈവസന്നിധിയിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ദിനങ്ങളായി ഇത് മാറട്ടെ. നിങ്ങളുടെ സന്തോഷം അതിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ പെരുകി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊന്നും കൂടെ പറയുവാനുണ്ട്. ബുദ്ധിമാനികളായ ഒരു നടപ്പുകാരായ പലർക്കും ഇതൊരു തിരിച്ചടിയായിരുന്നുവെങ്കിലും എന്നും വൈകുന്നേരം വന്ന് കയറി മർദ്ദനം ഏറ്റു വാങ്ങിക്കൊണ്ടിരുന്ന ഭാര്യമാർക്ക് ഇതൊരു ആശ്വാസ ദിനങ്ങളാണ്, സമാധാന ദിനങ്ങളാണ്, സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനങ്ങളാണ്. അതുകൊണ്ട് പ്രിയ ഭർത്താക്കന്മാരെ, മദ്യം കഴിക്കുന്ന സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അതൊന്ന് ഉപേക്ഷിച്ചാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് കാണുന്ന ചിരി എന്നും കാണും. നിങ്ങളുടെ മക്കളുടെ മുഖത്ത് കാണുന്ന സന്തോഷവും ആനന്ദവും, അപ്പനോട് കൂടെ ആ മടിയിൽ കയറിയിരുന്ന് ആഘോഷിക്കുന്ന ആഘോഷവും തുള്ളിച്ചാട്ടവും എന്നും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ഭാഗ്യമുണ്ടാകും. അതുകൊണ്ട് മദ്യത്തിനും ഡ്രഗ്സിനും മറ്റ് ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്കും അഡിക്റ്റായി പോകാതെ നിങ്ങൾ നിങ്ങളുടെ മക്കളോടും ഭാര്യയോടും കൂടെ ഒരുമിച്ച് യഹോവയെ സേവിക്കുക. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദേശത്തിനും ഒരനുഗ്രഹമായി തീരും. ആകയാൽ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് കണ്ടുകൊണ്ട് കർത്താവിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ കേട്ട വചനത്തിൽ ദൈവശബ്ദത്തിൽ പറയുന്ന പദത്തെ ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവെ, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഞങ്ങൾ റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. കർത്താവെ, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഭവനത്തിൽ ഇരിക്കാൻ സാധിച്ചത് ഒരു നന്മയുടെ ഭാഗമായി തീർന്നു. ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആഹ്ലാദം, ഇന്നുവരെ പ്രകടിപ്പിച്ചിട്ടില്ലാത്ത സ്നേഹം, സന്തോഷം എല്ലാം ഇന്ന് ഇപ്പോൾ ഈ ജീവിതത്തിൽ പങ്കുവെക്കുവാൻ, കുടുംബത്തിൽ ഉള്ളവരുമായി അല്പനിമിഷം ചിലവഴിക്കുവാൻ കർത്താവായി ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിന് നന്ദി പറയുകയും, എന്നാലോ ഞങ്ങൾ ഭവനങ്ങളിൽ സുരക്ഷിതരായി ഇരിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും, അഹോരാത്രം അധ്വാനിച്ചും ഉറക്കളിച്ചും ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെയും ടെൻഷൻ അടിച്ച് ആകുലപ്പെട്ടുകൊണ്ട് അലയുന്ന, അധ്വാനിക്കുന്ന, ഓടുന്ന ഞങ്ങളുടെ ഭരണ അധികാരികളെയും പോലീസ് ഫോഴ്സിനെയും ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും ആംബുലൻസ് ഡ്രൈവേഴ്സിനെയും എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗവൺമെന്റ് എംപ്ലോയീസിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നിയമ നടപടി നിമിത്തം കർത്താവെ, ചെലവ് മാത്രമേ ഉള്ളൂ, വരവ് ഒന്നും ഞങ്ങൾക്ക് ഇല്ല. എങ്കിലും കർത്താവെ, വന്നിരിക്കുന്ന ചെലവുകൾ ക്രോഡീകരിച്ച് കർത്താവ് ഉള്ളത് കൊണ്ട് ഓണം ഉണ്ണറാം എന്നുള്ളതുപോലെ തന്നെ കർത്താവിന്റെ കൃപയാൽ ഉള്ള സന്തോഷം ഒരുമിച്ച് ആനന്ദത്തോടെ അനുഭവിക്കത്തക്കവണ്ണം എല്ലാവരെയും നീ
പരിശീലിപ്പിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഉണ്ണാനും ഉടുക്കുവാനും ഉണ്ട് എങ്കിൽ അത് മതി എന്ന് വെപ്പിൻ. അങ്ങനെ തന്നെ ഇവർ എല്ലാവരുമായിരിക്കാൻ ദൈവം കൃപ നൽകണം, ഞങ്ങളെ ബലപ്പെടുത്തണം. മഹത്വം അങ്ങയ്ക്ക്, യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അവന്റെ ചിറകിന്റെ മറവിൽ മറയ്ക്കുമാറാവട്ടെ.